12 വർഷമായി ചോരുന്ന ഷെഡിൽ അന്തിയുറങ്ങുന്ന ഓമനക്കുട്ടനും കുടുംബത്തിനും സഹായങ്ങൾ എത്തിച്ചു തുടങ്ങി നല്ല മനസ്സുകൾ. കൊല്ലം SN കോളേജ് വിദ്യാർത്ഥിനിയായ സുഹാന സിറാജ് സ്ഥലത്തെത്തി ഭക്ഷ്യക്കിറ്റും കുട്ടികൾക്കായി പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. അർഹതയുണ്ടായിട്ടും പഞ്ചായത്ത് അധികാരികൾ ഇവർക്ക് വീട് നൽകാത്തതിൽ അതൃപ്തി അറിയിച്ചു. ഈ വിഷയം അധികാരികളുടെ ശ്രദ്ധയിൽ നേരിട്ടെത്തിക്കുമെന്നും നടപടിക്കായി തന്നാലാകും വിധം ശ്രമിക്കുമെന്നും സുഹാന പറഞ്ഞു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരായിട്ട് ബന്ധപ്പെടാനും എന്തുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ നിലയിൽ തന്നെ കിടക്കുന്നതും അതുകൊണ്ട് അത് തിരക്കാൻ തന്നെ ഇതിൻ്റെ ചുമതലയുള്ള ആൾക്കാർക്ക് ഇടപെടാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം ഇത് കണ്ടിട്ട് എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നില്ല. കാരണം വെച്ചാൽ അതിന് വളരെ മോശമായിട്ട് ഈ മഴ പെയ്തപ്പോൾ അവർ എങ്ങനെ തന്നെ അത് കിടക്കുന്നത് നമുക്കറിയാൻ വയ്യ. അപ്പം അതിന് വ്യക്തമായിട്ട് എന്തോ കാരണം നമ്മൾ ഈ തിരക്കാൻ തന്നെ പോകണം. അതിനെതിരെ അവർക്ക് എന്താവശ്യമെല്ലാം നമ്മൾ ചെയ്യും. ഇവിടെ വരാൻ സാഹചര്യം എന്ന് വെച്ചാൽ ഇന്നലെ എനിക്ക് സ്നേഹത്തിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം അവിടെ വെച്ച് ഒരാളെ ഞാൻ കണ്ടു, രണ്ടെണ്ണം കണ്ടു. ഇതുപോലെ ഈ വാർത്ത എൻ്റെ ശ്രദ്ധപ്പെട്ടതിന് ശേഷം ഞാൻ വീഡിയോക്കകത്ത് കണ്ടപ്പം അങ്ങനെ വന്നതാണ്. പക്ഷേ ആ വന്നപ്പം അതിലും വളരെ മോശമായിട്ടാണ് ഇവിടെ ഈ വീട്ടിലും ആ വീഡിയോക്കകത്ത് കാണുന്ന കണക്കല്ല, അതിലും വളരെ മോശമായിട്ടാണ് ഇവിടുത്തെ സാഹചര്യം കാര്യങ്ങൾ. ഇപ്പം മഴ പെയ്തപ്പോൾ അവർ കുക്ക് ചെയ്യുന്നതും എല്ലാം ഭയങ്കര കഷ്ടപ്പെട്ടു, ഭയങ്കര പാടായിട്ടാണ് അവർ. കൊല്ലം SN കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥിയായ SFIയിലെ സജീവ പ്രവർത്തകയാണ്. ഇതുപോലെയുള്ള ചാരിറ്റി പ്രവർത്തനത്തിലും സജീവമാണ് സുഹാന. ഈ കുടുംബത്തിൻ്റെ ദുരിതവാർത്ത അറിഞ്ഞ് പലരും നേരിട്ടും അല്ലാതെയും ഈ കുടുംബത്തിലേക്ക് സഹായം എത്തിക്കുന്നുണ്ട്.